Hi students. നമ്മൾ കഴിഞ്ഞ ദിവസം ഓണ്ടർപ്രണർഷിപ്പ് സ്കിൽസിനെ പറ്റി ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ. അന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഓണ്ടർപ്രണർഷിപ്പ്, വാട്ട് ഈസ് ആൻ ഓണ്ടർപ്രണർഷിപ്പ്, ഹു ഈസ് ആൻ ഓണ്ടർപ്രണർ, വാട്ട് ഈസ് ആൻ enterprise, what are the advantages of self-employment, what are the qualities of entrepreneurship, and skills and values of an entrepreneurship, etc. are discussed the last class. Then I will start this class, in this class, about entrepreneurship factors, that means depending factors of an entrepreneurship. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. First one, location of the company, the products, the customers. Location of the company, the products and the customers. What do you mean by the factor depending of an entrepreneurship? The location of the company. Location means നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് റോ മെറ്റീരിയൽസ് ഇല്ലാതെ നമുക്ക് ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കാൻ സാധിക്കില്ല. അപ്പൊ റോ മെറ്റീരിയൽസ് നമുക്ക് സുലഭമായി ലഭ്യമാകുന്ന ഒരു ലൊക്കേഷൻ ആണോ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ കിട്ടാൻ സാധ്യതയുള്ളിടമാണോ, നമ്മളൊരു കാട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിജനമായ പ്രദേശത്തോ കമ്പനി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രോഡക്ട്സ് നമുക്ക് ഇപ്പോൾ റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, പ്രോഡക്ട്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. ഇനി ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നടത്തണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വളരെ കോസ്റ്റ്ലി ആണെങ്കിൽ അത് നമുക്ക് വളരെ നഷ്ടത്തിലേക്കാണ് കൊണ്ടുവരാൻ സാധിക്കുന്നത്. കാരണം കോസ്റ്റ് കൂടുന്തോറും നമുക്ക് ബിസിനസിന്റെ ഏണിങ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്പോർട്ടേഷൻ കുറയ്ക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കസ്റ്റമറിനെ നമുക്ക് ഉടനടി കിട്ടത്തക്ക ഒരു ലൊക്കേഷൻ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ആ കസ്റ്റമർ അവൈലബിലിറ്റി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം റൂറൽ ഏരിയ, അർബൻ ഏരിയ എന്നിങ്ങനെ നമുക്ക് തരംതിരിക്കേണ്ടി വരും ബിസിനസിന്റെ കേസ് നമ്മുടെ ഏരിയകളെ. ഈ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് കാണും, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് കാണും. അവയെ നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം, തിരിച്ചറിയണം. കാരണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സും ലോ ഇൻകം കസ്റ്റമേഴ്സും ഹൈ ഇൻകം കസ്റ്റമേഴ്സും റൂറൽ ഏരിയ കസ്റ്റമേഴ്സ്, അൺഎഡ്യൂക്കേറ്റഡ് കസ്റ്റമേഴ്സ്, ലോ ഇൻകം കസ്റ്റമേഴ്സ്, ഇങ്ങനെ നമ്മൾ എല്ലാവരെയും എന്താ ചെയ്യേണ്ടതായിട്ടുണ്ട്, മാനിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എങ്കിൽ മാത്രം നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, വാല്യൂ നമുക്ക് നിലനിർത്തിക്കൊണ്ട് എങ്ങനെ പോകാം എന്ന് നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു ബിസിനസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2-3 ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റ് വൺ, ലൊക്കേഷൻ ഓഫ് ദി കമ്പനി. Second one, products. Third one, customers. Are you understand? Okay. Then we discuss about attributes required of a successful entrepreneur. Attributes. അവരുടെ ഗുണഗണങ്ങൾ. ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ആകാൻ അദ്ദേഹത്തിന് എന്തെല്ലാം കഴിവുകൾ ഉണ്ടായിരിക്കണം? ഡെവലപ്പിംഗ് ന്യൂ പ്രോഡക്ട്സ് വിത്ത് ക്രിയേറ്റിവിറ്റി. പുതിയ പ്രോഡക്റ്റുകൾ നമ്മുടെ വിപണിയിൽ ഇറക്കാനുള്ള ഒരു കഴിവ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഒരു ഓണ്ടർപ്രണർ എന്ന് പറയുന്നത് ഇസ് ആൻ ഇന്നോവേറ്റർ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പുതിയ ആശയങ്ങളെ കൊണ്ടുവരാനും പുതിയ പ്രോഡക്റ്റുകൾ നിലവിൽ ഇറക്കാനും, നിലവിലില്ലാത്ത ഒരു പ്രോഡക്റ്റിനെ നമുക്ക് പുതിയൊരു യൂസ്ഫുൾ പ്രോഡക്റ്റിനെ നമുക്ക് വിപണിയിൽ കൊണ്ടുവരാൻ, ക്രിയാത്മകമാക്കാൻ ആ ഒരു ഓണ്ടർപ്രണർക്ക് കഴിഞ്ഞിരിക്കണം. വെയിറ്റിംഗ് ഓഫ് ദി റൈറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് വെൻ ഇറ്റ് കംസ് മേക്ക് യൂസ് ഓഫ് ഇറ്റ് അറ്റ് ദ റൈറ്റ് ടൈം. നെക്സ്റ്റ് വൺ ആണ്, അദ്ദേഹം എന്ത് ചെയ്യുക, ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, അവസരങ്ങൾ വരട്ടെ എന്ന് വേണ്ടി. ഏതവസരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ കാണേണ്ട ഒരു വ്യക്തിയാണ് എന്തെന്ന് പറയുന്നത് ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. ഫ്യൂച്ചർ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ ഓപ്പർച്യൂണിറ്റി വരുന്ന സമയം തന്നെ ഇറ്റ് കംസ്, ഇത് വരുമ്പോൾ തന്നെ ഇറ്റ് യൂട്ടിലൈസ്, എന്ത് ചെയ്യണം, ഇത് യൂട്ടിലൈസ് ചെയ്യണം, അത് ഉപയോഗിക്കാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ അയാളുടെ
ആ ഒരു കഴിവ് നമുക്ക് അവിടെ റൈറ്റ് ടൈമിൽ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. കാരണം നമ്മളൊരു പ്രോഡക്റ്റ് ഇപ്പൊ ഗസ്റ്റ് ചെയ്യാണ്, ഫ്യൂച്ചറിൽ ഇന്നത് വരാം ഇന്ന ഒരു സാഹചര്യം വരാം എന്ന് നമ്മൾ ഗസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സമയത്തേക്ക് എത്ര പ്രോഡക്റ്റ് വേണമെന്ന് വെച്ചാൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് വെക്കാം. ആ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന ടൈമിൽ, ആ റൈറ്റ് ടൈമിൽ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാനും കൂടുതൽ ഇൻകം ഏൺ ചെയ്യാനും നമുക്ക് സാധിക്കും. സെറ്റ് എ ഗോൾ ആൻഡ് കണ്ടിന്യൂസ്ലി വർക്ക് ടുവേർഡ്സ് അച്ചീവിങ് ഇറ്റ്. അതുപോലെ തന്നെ ഒരു ഗോൾ രൂപീകരിക്കുക. ഗോൾ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ഗോൾ ഉണ്ട്. ഷോർട്ട് ടൈം ഗോൾ ഉണ്ട്, ലോങ് ടൈം ഗോൾ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടാൻ ഉദ്ദേശിക്കുന്ന എന്താണോ ആ ഗോള് നേടാൻ നമുക്ക് ഷോർട്ട് ടൈമിലി കുറച്ച് ഗോളുകൾ നമുക്ക് എന്ത് ചെയ്തിരിക്കണം, ലക്ഷ്യങ്ങൾ രൂപീകരിക്കണം. കാരണം എഡ്യൂക്കേഷൻ വേണം, സാമ്പത്തികം വേണം, സംരംഭം ഇടണം. സംരംഭം ഇട്ടാൽ അത് എങ്ങനെ മാനേജ് ചെയ്യണം, എത്ര വർക്കേഴ്സിനെ വെക്കണം, ഏത് തലത്തിൽ പോകണം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഗോൾ സെറ്റ് ചെയ്യണം. ഇത്ര വർഷം കൊണ്ടെന്ന് പറയുന്നതാണ് ഷോർട്ട് ടൈം ഗോൾസ് എന്ന് പറയുന്നത്. 10-15 വർഷം കൊണ്ട് അല്ലെ 3-4 വർഷം കൊണ്ട് നേടുന്ന ഗോളുകളെയാണ് നമ്മൾ ഷോർട്ട് ടൈം ഗോൾസ് എന്ന് പറയുന്നത്. ഈ ഷോർട്ട് ടൈം ഗോൾസിലൂടെ ആയിരിക്കും നമ്മൾ ലോങ് ടൈം ഗോളായ നമ്മുടെ ജീവിത മാർഗം അല്ലെ ജീവിത ലക്ഷ്യം നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. ആ ഗോളിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് എന്ത് ചെയ്യണം, എഫോർട്ട് എടുക്കണം. ഹാർഡ് വർക്കിംഗ്, ഡെഡിക്കേഷൻ ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. എപ്പോഴും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, ഒരു ഓണ്ടർപ്രണർ എന്ന് പറയുന്ന ഒരു ഹാർഡ് വർക്കിംഗ് ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കണം എപ്പോഴും. കാരണം നമുക്കൊരു അലസ മനോഭാവമോ ഇന്ന് വർക്ക് ചെയ്യണ്ട എന്നുള്ള ഒരു മനോഭാവം വെക്കാൻ സാധിക്കത്തില്ല. നമ്മളൊരു ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ ആ ലക്ഷ്യം നമ്മൾ സാധൂകരിക്കുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അശ്രാന്ത പരിശ്രമം നടത്തിയിരിക്കണം. ഡെഡിക്കേഷൻ, ആത്മസമർപ്പണം ഉണ്ടായിരിക്കണം. ആത്മസമർപ്പണം, കാരണം വേറൊരാൾ ഇല്ല അവിടെ വർക്ക് ചെയ്യാൻ. ആ ഓണ്ടർപ്രണർ എന്ന് പറയുന്ന ഒരു സോളോ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു വ്യക്തി മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് ആ വ്യക്തി എന്ത് ചെയ്യണം, അശ്രാന്ത പരിശ്രമം ശാലിയായിരിക്കണം. അതുപോലെ തന്നെ ആത്മസമർപ്പണമുള്ള ഒരാളായിരിക്കണം. അതുപോലെ തന്നെ അയാൾ ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അയാൾക്ക് ആവശ്യമാണ്. വില്ലിംഗ് ടു അസ്യൂം റിസ്ക് ആൻഡ് ടു ഡീൽ വിത്ത് എ സിറ്റുവേഷൻ സഡൻലി എമർജിങ്. ഇനിയും നമ്മൾ പറഞ്ഞു റിസ്ക് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു മെയിൻ ആസ്പെക്ട് ഓഫ് ആൻ ഓണ്ടർപ്രണർഷിപ്പ് ആണ്, ഓണ്ടർപ്രണറുമാണ് അല്ലെ. ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ച് റിസ്ക് ബിയർ ചെയ്യുക എന്ന് പറയുന്നത്, റിസ്ക് ഏറ്റെടുക്കുക, വരുന്ന ചലഞ്ചസിനെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വഭാവ ഗുണമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വില്ലിംഗ് ടു അസ്യൂം റിസ്ക് ആൻഡ് ടു ഡീൽ വിത്ത് എ സിറ്റുവേഷൻ സഡൻലി എമർജിങ്, പെട്ടെന്ന് വരുന്ന ഒരു സാഹചര്യം, പെട്ടെന്ന് ബിസിനസിനെ ബദലായിട്ട് വരുന്ന ഒരു സാഹചര്യം, ബിസിനസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. എക്സ്പീരിയൻസ് ആൻഡ് നോളജ് അബൌട്ട് ദി പ്രോഡക്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന പ്രോഡക്റ്റിനെ പറ്റി നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. എബിലിറ്റി ടു മൊബിലൈസ് റിസോഴ്സസ് ടു അച്ചീവ് ഗോൾ. ഈ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാമ്പത്തികമാകാം, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആകാം, നമ്മുടെ പ്രൊഡക്ഷൻ എക്യുപ്മെന്റ്സ് ആകാം, എല്ലാ കാര്യങ്ങളും ഫിനാൻഷ്യൽ ആകാം, എല്ലാ കാര്യങ്ങളെയും നമ്മൾ മൊബിലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിനെല്ലാം കൂടെ ഏകീകരിച്ച് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് എവിടെ എത്താൻ പറ്റത്തുള്ളൂ, ഈ ഗോളിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ, ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ സോൾവ് ചെയ്യാൻ, മാനേജ് ചെയ്യാൻ ആ വ്യക്തിക്ക് കഴിവുണ്ടായിരിക്കണം. അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി. ആ ഒരു സ്ഥാപനത്തെ അതിന്റെ എല്ലാ തലങ്ങളെയും ഭരണപരമായിട്ട് നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടായിരിക്കണം. എബിലിറ്റി ടു വിഷ്വലൈസ് ദ ഫ്യൂച്ചർ. ഭാവിയെ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ടായിരിക്കണം. എബിലിറ്റി ടു ലീഡ്. നേതൃഗുണം ഉണ്ടായിരിക്കണം. ബീങ് ഫ്ലെക്സിബിൾ വിത്ത് വർക്കേഴ്സ്. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരോട് നമ്മൾ അയവുള്ള മനോഭാവത്തോടു കൂടി പെരുമാറണം. എബിലിറ്റി ടു മാനേജ് ഫെയിലിയേഴ്സ്. പരാജയങ്ങൾ ഉണ്ടാവാം. ബിസിനസ് ആകുമ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. എപ്പോഴും ബിസിനസ്സിൽ പ്രോഫിറ്റ് മാത്രമല്ല, ഏതെങ്കിലും സമയത്ത് നമുക്ക് ലോസും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഫെയിലിയേഴ്സ്, പരാജയങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. ഹാവിംഗ് പോസിറ്റീവ് തിങ്കിങ്. ഏത് പ്രശ്നങ്ങൾ വന്നാലും അതിനെയെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. ഇൻസൈറ്റ് ഇൻടു ഒബ്ജക്റ്റ് ആൻഡ് കൺസെപ്റ്റ്. ഇൻസൈറ്റ് ഇൻടു ഒബ്ജക്റ്റ് ആൻഡ് കൺസെപ്റ്റ് എന്താണ്?
ഒരു ഉൾക്കാഴ്ച എന്തിനെ പറ്റി? നമ്മുടെ വസ്തുതകളെ പറ്റിയും അനുമാനങ്ങളെ പറ്റിയും നമുക്ക് എന്ത് ചെയ്തിരിക്കണം? ഒരു ഉൾക്കാഴ്ച മനോഭാവം ഉള്ളതായിരിക്കണം. കാരണം ഇങ്ങനെ സംഭവിക്കാം, ഭാവിയിൽ ഇങ്ങനെ വരാം, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ തന്നെ നമുക്കറിയാം കൊറോണ കാലം നമ്മളിപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഇല്ലേ? എന്ന് പറയുന്നത് പോലെ നമ്മളിപ്പോൾ ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിൽ ഇരുന്ന് അല്ലെങ്കിൽ അടച്ചുപൂട്ടിയിരുന്നാൽ നമ്മുടെ ഉപജീവന മാർഗം പോകും. ഉപജീവന മാർഗം പോയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച തന്നെ നിലയ്ക്കും. ആ ഒരു രീതിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ അതിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഉൾക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് അതിനെ ഉൾക്കാഴ്ചയിലേക്ക് എടുത്തിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മള് ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വേണ്ടുന്ന ചില ഗുണഗണങ്ങളാണ്. ഓക്കെ, ഇനിയും ഈ ഓണ്ടർപ്രണർ എന്ന് പറയുന്ന വ്യക്തി ഒരു സെൽഫ് അനലൈസ് അല്ലെങ്കിൽ നമ്മുടെ എന്റർപ്രൈസിന് വേണ്ടി ഒരു സെൽഫ് അനലൈസ് നടത്തേണ്ടതായിട്ടുണ്ട്. ഈ സെൽഫ് അനലൈസിനെയാണ് നമ്മൾ സോട്ട് എന്ന് പറയുന്നത്. എന്താണ് സോട്ട് എന്ന് പറയുന്നത്? സെൽഫ് അനലൈസിനെയാണ് നമ്മളെ ഒരു എന്റർപ്രൈസിന് വേണ്ടുന്ന അല്ലെങ്കിൽ ഒരു എന്റർപ്രൈസ് നടത്തിക്കൊണ്ടു പോകുന്ന വ്യക്തി അവിടെ ചെയ്യേണ്ടുന്ന ചില അനലൈസുകൾ, വിശകലനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഒരു പഠനം എന്ന രീതിയിൽ ഒരു വിശകലനം നടത്തേണ്ടതായിട്ടുണ്ട്. ഇതിനെയാണ് സോട്ട് എന്ന് പറയുന്നത്. സോട്ട് ഈസ് എ ഫോം ഓഫ് സെൽഫ് അനലൈസിസ് done before acting on a self created idea considering different aspects. നമ്മൾ പറഞ്ഞു ഒരു ന്യൂ ഐഡിയ തിങ്കിങ് മാൻ ആയിരിക്കണം ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞു, അല്ലേ? ഈ ഓണ്ടർപ്രണർ എന്ന് പറയുന്ന വ്യക്തി പുതിയ ഐഡിയ ഒക്കെ ചിന്തിച്ചു വെച്ചു. പക്ഷെ അത് ക്രിയാത്മകമാകുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ക്രിയാത്മകമാക്കുക എന്ന് പറഞ്ഞ ഒരു എന്റർപ്രൈസ് ആക്കി മാറ്റുന്നതിന് മുമ്പേ തന്നെ അയാൾ ചില സെൽഫ് അനലൈസിസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സെൽഫ് അനലൈസിസിന്റെ ഒരു ബ്രീഫ് വേർഡാണ് സോട്ട് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എലാബറേറ്റ് ചെയ്യുമ്പോൾ SWOT എന്ന് എലാബറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. S ഫോർ സ്ട്രെങ്ത്. എന്താണ്? S ഫോർ സ്ട്രെങ്ത്. W ഫോർ വീക്ക്. എന്താണ്? സോറി, വീക്ക്നെസ്. W ഫോർ വീക്ക്നെസ്. O ഫോർ ഓപ്പർച്യൂണിറ്റി. എന്താണ്? O ഫോർ ഓപ്പർച്യൂണിറ്റി. ഇതൊരു അനലൈസിന്റെ പല ഘട്ടങ്ങളാണ്. T ഫോർ ത്രെഡ്സ്. ഈ 4 കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സോട്ട് എന്ന് പറയുന്ന സെൽഫ് അനലൈസിസ് വേർഡ് ഡിനോട്ട്സ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? S denotes strength, W denotes weakness, O denotes opportunity and T denotes threats. ഇവയൊക്കെ എന്താണെന്ന് ഇനി നമുക്ക് അറിയേണ്ടത്. ഇപ്പൊ സ്ട്രെങ്ത് നമ്മുടെ ബലം, നമ്മുടെ ബിസിനസിന്റെ എന്താ പറയുന്നത്, സ്ട്രെങ്ത്, പിന്നെ വിജയം. അതുപോലെ തന്നെ ബിസിനസ്സിന് അല്ലെങ്കിൽ ബിസിനസ്മാരുണ്ടാകാവുന്ന ബലഹീനത, ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ. ത്രെഡ്സ് എന്ന് പറയുമ്പോൾ ഇതിന് വിപരീതമായിട്ട് വന്നെത്തുന്ന ചില സാഹചര്യങ്ങൾ. ഇവ എന്തൊക്കെയുണ്ട് എന്നും ഏതൊക്കെയാണ്, എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട്, ശക്തിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട്, അതിന് ഏതൊക്കെ വീക്ക്നെസ് ആണ് ഇപ്പോൾ നമുക്ക് നിലവിലുള്ളത്, ഏതൊക്കെ അവസരങ്ങൾ നമുക്ക് വിനിയോഗിക്കാം, ഇനി ഇതിന് വരുന്ന ഭീഷണികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മളെ അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ സെൽഫ് അനലൈസ് നടക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സെൽഫ് അനലൈസിൽ ഇൻക്ലൂഡ് ചെയ്യാം? ഫസ്റ്റ് വൺ സെയിൽസ്, സെക്കൻഡ് വൺ മാർക്കറ്റിംഗ്, തേർഡ് വൺ ഫിനാൻഷ്യൽ പ്ലാനിംഗ്, ഫോർത്ത് വൺ അക്കൗണ്ടിംഗ്, ഫിഫ്ത്ത് വൺ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഴ്സണൽ മാനേജ്മെന്റ്, സിക്സ്ത് വൺ എംപ്ലോയി സ്കിൽസ് ആൻഡ് സെവൻത് വൺ ഇൻടാഞ്ചിബിൾസ്. അത് ഫസ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെയിൽസ്. സെയിൽസിൽ നമുക്ക് എന്തൊക്കെ വിശകലനങ്ങളാണ് നടത്താനുള്ളത് നോക്കാം. പ്രൈസ്, സെയിൽസ് പ്ലാൻ, ഡ്രോയിങ് എ സെയിൽസ് കോൺട്രാക്ട് ഓർ എഗ്രിമെന്റ്, ആഫ്റ്റർ സെയിൽസ് കസ്റ്റമർ സർവീസ്, അസസിംഗ് ക്വാളിറ്റി ആൻഡ് പ്രൈസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് പ്രോഡക്റ്റ് എക്സെട്ര. ഇപ്പൊ ഫസ്റ്റ് വൺ നമ്മള് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെഡ്സ്, സോട്ട് അനലൈസ് ചെയ്യപ്പെടുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ
ചില കാര്യങ്ങളെയാണ് ഇൻക്ലൂഡ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സെയിൽസിനെ സംബന്ധിച്ച്, മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ച്, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ സംബന്ധിച്ച്, അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ച്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഴ്സണൽ മാനേജ്മെന്റിനെ സംബന്ധിച്ച്, എംപ്ലോയി സ്കിൽസിനെ സംബന്ധിച്ച്, ഇൻടാഞ്ചിബിൾസിനെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. അതിൽ ഒന്നാമതായിട്ട് സെയിൽസ് എടുക്കുമ്പോൾ പ്രൈസ് എങ്ങനെയായിരിക്കണം, സെയിൽസ് പ്ലാൻ എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു വെച്ചാൽ അത് എങ്ങനെയൊക്കെ വിറ്റഴിക്കാം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യണം. കാരണം സെയിൽസിന് നമുക്ക് പല മെത്തേഡുകളുണ്ട് അല്ലേ. പണ്ടേ നമ്മള് എന്താ കൊണ്ടുവരുന്ന മെത്തേഡുകൾ എന്ന് പറയുമ്പോൾ കടയിൽ പോയി സാധനം വാങ്ങുക എന്നുള്ളതാണ് അല്ലേ. ഇന്ന് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പ്രോഡക്റ്റുകൾ എടുത്ത് നമുക്ക് എന്താ ഗൂഗിൾ അല്ലെങ്കിൽ നെറ്റ് വഴി നമുക്ക് എന്ത് ചെയ്താൽ മതി? സെയിൽസ് നടത്തിയാൽ മതി അല്ലേ. അപ്പൊ അത്രയും നമ്മൾ, കാരണം നമുക്ക് എങ്ങും പോകണ്ട, ടൈം സ്പെൻഡ് ആകത്തില്ല, നമുക്ക് യാത്ര ചെയ്ത് പോകണ്ട, പിന്നെ അങ്ങനെയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പ്രോഡക്റ്റ് വീട്ടിൽ എത്തുന്ന ഒരു സാങ്കേതിക വിദ്യയിലേക്ക് നമ്മളെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ സെയിൽസ് പ്ലാൻ ഏത് വേണമെന്ന് ഓണ്ടർപ്രണർ തീരുമാനിക്കണം. ഡ്രോയിങ് എ സെയിൽസ് കോൺട്രാക്ട് ഓർ എഗ്രിമെന്റ്, അതുപോലെ തന്നെ സെയിൽസിന്റെ കോൺട്രാക്ട് വെക്കുക അല്ലെങ്കിൽ എഗ്രിമെന്റ് വെക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാം. കാരണം നമ്മൾ ഉടനടി പണം സ്വീകരിക്കുന്ന ഒരു സംവിധാനമൊന്നും അല്ല ഇപ്പോൾ നമ്മള് എന്ത് ചെയ്യുന്നത്? സെയിൽസിൽ നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഉടനെ നമുക്ക് എന്ത് ചെയ്യാം? അതിന് എഗ്രിമെന്റ് വെക്കേണ്ടി വരും. ആഫ്റ്റർ സെയിൽസ് കസ്റ്റമർ സർവീസ്, ഇനി സെയിൽസ് മാത്രം നടത്തിയ പോലെ നമുക്കറിയാം പല പ്രോഡക്റ്റുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ഇലക്ട്രിക്കൽ പ്രോഡക്റ്റുകൾ എക്സാമ്പിൾ ആണ് അല്ലെ. നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നു അല്ലെ. വന്നെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടായാൽ അവരെന്ത് ചെയ്യും? ഇത്ര കാലത്തേക്കെന്നും പറഞ്ഞു, കാരണം വാറണ്ടി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഉണ്ട്. ഇത്ര കാലത്തേക്കെന്നും പറഞ്ഞ് വാറണ്ടി തന്നു കഴിഞ്ഞാൽ പിന്നെ അവരെന്താണ്? ഫ്രീ സർവീസ് കൂടി ചെയ്തു തരുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പൊ അത് എന്ത് വേണം എന്നും നമ്മുടെ സ്ഥാപനത്തിൽ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അസസിങ് ക്വാളിറ്റി ആൻഡ് പ്രൈസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് പ്രോഡക്റ്റ്, നമുക്കറിയാം കോമ്പറ്റീറ്റേഴ്സ് നമുക്ക് ഉണ്ടാവും ഇല്ലേ. ഏതൊരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഇറക്കിയാലും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ ആ കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രോഡക്റ്റിന്റെ പ്രൈസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ പ്രൈസിന് ആനുപാതികമായിട്ടാണോ നമ്മുടെ പ്രൈസ്? കൂടുതലാണോ? എത്ര പെർസെന്റേജ് കൂടുതലാണ്, എത്ര പെർസെന്റേജ് കുറവാണ്, ഈക്വലാണോ എന്നൊക്കെ നമ്മൾ വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. അതാണ് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നടത്താനുള്ള സെൽഫ് അനലൈസിസ്. എന്നാൽ ഇനി അടുത്ത ഒരു പടിയാണ് മാർക്കറ്റിംഗ്. നമുക്കറിയാം സെയിൽസ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്കറ്റിങ്ങിനെ ബേസ് ചെയ്തിരിക്കും. അഡ്വർടൈസിങ് ആൻഡ് ബിസിനസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, നമുക്കറിയാം ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് കസ്റ്റമേഴ്സിൽ എത്തിക്കുന്ന ഏതിലൂടെയാണ്? നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്തുകൊണ്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ കസ്റ്റമേഴ്സ് അഡ്വർടൈസ്മെന്റ് കണ്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ടിവിയിലൂടെയോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെയോ ഒക്കെ കിട്ടുന്ന പരസ്യങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? സാധനങ്ങൾ വാങ്ങുന്നത്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അതൊരു തന്ത്രമാണ്. എന്താണ്? നമുക്കൊരു പ്രോഡക്റ്റ് നമുക്ക് സെയിൽ ചെയ്യണം, മാർക്കറ്റിംഗ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ മാർക്കറ്റിങ്ങിന് ചില സ്ട്രാറ്റജികളുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കാം, ചില പ്രോഡക്റ്റുകൾ അട്രാക്റ്റീവായിട്ട് എന്ത് ചെയ്യും? അതിനെ കവർ ചെയ്ത് വിടും. എന്നാൽ ചില പ്രോഡക്റ്റുകളുടെ കൂടെ സപ്ലിമെന്റ് ആയിട്ട് മറ്റേതെങ്കിലും ഒരു ഫ്രീ പ്രോഡക്റ്റ് കാണും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സ്ട്രാറ്റജി നമുക്ക് തിരഞ്ഞെടുക്കാം. പ്രോഡക്റ്റുകൾ വീട്ടിലെത്തിക്കാം, അതും ഒരു സ്ട്രാറ്റജിയാണ് അല്ലെ. നിങ്ങൾ ആരും വന്ന് വാങ്ങണ്ട, ഞങ്ങൾ പ്രോഡക്റ്റുകൾ ഇത്ര സമയത്തിനകം വീട്ടിൽ എത്തിക്കാം എന്നുള്ളത് ഒരു സ്ട്രാറ്റജിയാണ്. ഇങ്ങനെ നമുക്ക് കോസ്റ്റ് കുറച്ചാൽ പിന്നെ വിലയിൽ കുറവ് വരുത്താൻ സാധിക്കും. അപ്പൊ അതൊരു സ്ട്രാറ്റജിയാണ്. എങ്ങനെ കോസ്റ്റ് കുറയ്ക്കാം? കോസ്റ്റ് കുറച്ചാലേ നമ്മുടെ സാധനത്തിന്റെ വില കുറയുള്ളൂ. പക്ഷെ എന്ത് കുറയുന്നില്ല? ക്വാളിറ്റി ഒരിക്കലും കുറയുന്നില്ല. അപ്പൊ ആ ക്വാളിറ്റി പ്രോഡക്റ്റിനെ വില കുറച്ചുകൊണ്ട് നമുക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി നമ്മൾ തിരഞ്ഞെടുക്കണം. പ്രൈസിങ് ആൻഡ് ഓഫർ, പ്രൈസിങ് ഓഫർ. പ്രൈസ് എന്ന് പറയുമ്പം ഇപ്പൊ നമുക്കറിയാം ചില പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ, ചില അതിന്റെ യഥാർത്ഥ വില വെട്ടിക്കളഞ്ഞിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഓഫർ ആണെന്ന് പറഞ്ഞ് ഒരു വില കൊടുക്കും ഇല്ലേ. അപ്പൊ അത് നമ്മൾ ഓഫർ ആണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ കസ്റ്റമേഴ്സ് അതിൽ വീഴും ഇല്ലേ. അതൊരു ടെക്നിക്കാണ്. അതുപോലെ തന്നെ ഇതിന് ഫ്രീ പ്രോഡക്റ്റ് കൊടുക്കും ഇല്ലേ, അതും ഒരു ടെക്നിക്സ് ആണ്. അതോടൊപ്പം തന്നെ അട്രാക്റ്റീവ് പാക്കേജിങ്, അട്രാക്റ്റീവായിട്ട് പാക്കേജ് ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളെ ലൈബോയി പ്ലസ് എന്ന സോപ്പ് നമ്മൾ സാധാരണ
പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നത് ലൈഫോയി സോപ്പാണ് അല്ലെ. ഇപ്പൊ ലൈഫോയി പ്ലസ് ഗോൾഡ് എന്നൊക്കെ പേര് മാറ്റിയിട്ട് അതെന്ത് ചെയ്തിരിക്കുകയാണ്, അഡ്വാൻസ് ആക്കി മാറ്റിയിരിക്കണം. അപ്പം അതിനൊരു മണവും ഗുണവും കളറും ഒക്കെ കൊടുക്കുമ്പോൾ അതിന്റെ പാക്കേജിങ്ങിലുള്ള വ്യത്യാസമൊക്കെ വരുന്നുണ്ട്, അട്രാക്റ്റീവ് ആകും. അപ്പൊ അങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മാർക്കറ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകാൻ സാധിക്കും. നെക്സ്റ്റ് വണ്ണാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ്. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫണ്ട് ഫ്ലോ പ്ലാനിങ്. ഫണ്ട് എത്ര പണം വന്നാലും ഒഴുകിക്കൊണ്ടേയിരിക്കും അല്ലെ. അപ്പൊ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ എത്ര പണം വേണേലും നമുക്ക് അതിൽ മുടക്കാം, പക്ഷെങ്കിൽ അതിൽ നിന്ന് നേട്ടം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചെന്ന് വരത്തില്ല അല്ലെ. പണം എത്ര വേണേലും മുടക്കാം, എങ്ങനെ വേണേലും മുടക്കാം, പക്ഷെങ്കിൽ അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമുക്ക് നേട്ടം ഉണ്ടാകണമല്ലോ. എന്റർപ്രൈസ് എന്ന് പറയുമ്പോൾ അല്ലെ, ഒരു ഓണ്ടർപ്രണർ എന്ന് പറയുന്ന വ്യക്തി തന്നെ നേട്ടത്തിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെ നമുക്ക് നേട്ടങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മാത്രമേ അതിലേക്ക് ഫിനാൻഷ്യൽ ഫ്ലോ കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതെന്താണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. റിലേഷൻഷിപ്പ് വിത്ത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ എപ്പോഴും ഒരു ഓണ്ടർപ്രണർ ആണോ, നമുക്കറിയാം സ്വന്തമായിട്ട് നമുക്ക് ഇത്ര പണമേ സ്വരൂപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനിയും വരുന്ന നഷ്ടങ്ങളൊക്കെ നികത്തണമെങ്കിൽ നമുക്ക് അഡീഷൻ പണം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അഡീഷൻ പണം നമ്മുടെ കയ്യിൽ നിന്ന് സ്വരൂപിക്കാൻ സാധിക്കാത്ത പക്ഷം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് നമ്മളെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തിടുക, അവരുമായിട്ട് നല്ല റിലേഷൻസ് സ്ഥാപിക്കുക. നമുക്കൊരു റിസ്ക് വന്നു കഴിഞ്ഞാൽ ഉടനടി അവർ പണം തരത്തക്ക രീതിയിൽ അവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. മാനേജ്മെന്റ് ഓഫ് ക്രെഡിറ്റ് ലിമിറ്റ്. അതുപോലെ തന്നെ കടത്തിന് സാധനം പോകുക. കടത്തിന് സാധനം പോയാൽ ഒരു സ്ഥാപനവും നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ലെന്നറിയാം. എങ്കിലും നമുക്ക് കടത്തിന് സാധനം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനൊരു ലിമിറ്റ്, അതിന്റെ ഒരു മാനേജ്മെന്റ് ലിമിറ്റ് ആയിരിക്കണം. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ എവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോർട്ട് ആണ് നടത്തുന്നത്, സോർട്ട് അനലൈസ് ആണ് നടത്തുന്നത്. അതിന്റെ സെയിൽസിന്റെ അനലൈസ് എങ്ങനെയാണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ മാർക്കറ്റിംഗിന്റെ അനലൈസ് എങ്ങനെയാണെന്ന് പറഞ്ഞു, ഫിനാൻഷ്യൽ അനലൈസ് എങ്ങനെയാണെന്നും പറഞ്ഞു. നെക്സ്റ്റ് വൺ അക്കൗണ്ടിങ്. എന്താ നോക്കാം, ബില്ലിംഗ്, പേബിൾസ്, റിസീവബിൾസ്. അവിടെ നമുക്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. ബില്ലിംഗ്, പേബിൾസ്, അതുപോലെ തന്നെ റിസീവബിൾസ്. നമുക്ക് കിട്ടുന്ന പണത്തിന്റെ ബില്ലുകള് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റുകളുടെ ബില്ലുകള്, റിസീവബിൾ ആയിട്ടുള്ള ബില്ലുകൾ കിട്ടാനുള്ളത്, അതുപോലെ തന്നെ പേബിൾ കൊടുക്കാനുള്ളത്, ഇതൊക്കെ നമ്മൾ എഴുതി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ബുക്ക് കീപ്പിംഗ് നടത്തേണ്ടതായിട്ടുണ്ട്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഒരു ബിസിനസിനെ സംബന്ധിച്ച് ഡെയിലി ട്രാൻസാക്ഷൻസ് മുതല് നമ്മുടെ ബാലൻസ് ഷീറ്റ് വരെ നമ്മൾ തയ്യാറാക്കേണ്ടുന്ന സന്ദർഭമാണ് ഒരു ബിസിനസ്മാനെ സംബന്ധിച്ച്. അത് കാലാകാലങ്ങളിൽ അതിന് തക്കതായ കണക്കുകളും കാര്യങ്ങളും ഒക്കെ എഴുതി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. മന്ത്ലി പ്രോഫിറ്റ് ലോസ് റിപ്പോർട്ട്, ബാലൻസ് ഷീറ്റ്. മന്ത്ലി നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് വെരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കണം, അതിന്റെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കണം. ഇതെല്ലാം അക്കൗണ്ടിംഗ് സെക്ഷനിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് വൺ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഴ്സണൽ മാനേജ്മെന്റ്. എന്താണെന്ന് നോക്കാം. പേറോൾ ഹാൻഡിലിംഗ്. നമുക്കറിയാം പേറോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം നമ്മുടെ കീഴിൽ ജോലി, ഞാനൊരു ഓണ്ടർപ്രണർ ആണ്, എന്റെ കീഴിൽ 10 പേര് ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, സാലറി പേ ചെയ്യണം. അപ്പൊ അവരുടെ ആ പേറോൾ എന്ത് ചെയ്തിരിക്കണം, ഹാൻഡിൽ ചെയ്തിരിക്കണം. എംപ്ലോയി റിക്രൂട്ട്മെന്റ് ആൻഡ് ഡിസ്മിസൽ. നമ്മൾ പുതിയ എംപ്ലോയിയെ എടുക്കുന്നു, പഴയതിനെ ഡിസ്മിസ് ചെയ്യുന്നു. അതിനൊക്കെ നമുക്കൊരു കണക്കുകൂട്ടലും ഒരു രേഖപ്പെടുത്തലും ഉണ്ടായിരിക്കണം. ഡ്രോയിങ് ഫുൾ പൊട്ടൻഷ്യൽ ഓഫ് ദ എംപ്ലോയീസ്. എന്താണ്, പേഴ്സണൽ മാനേജ്മെന്റിനകത്ത് വരുന്നതാണ് ഒരു ഡ്രോയിങ് ഫുൾ പൊട്ടൻഷ്യൽ ഓഫ് ദ എംപ്ലോയീസ്. നമ്മുടെ സഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ഫുൾ പൊട്ടൻഷ്യാലിറ്റി, അവരുടെ മാക്സിമം കഴിവുകൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്ഥാപനത്തിൽ ഉപയോഗപ്പെടുത്തുക. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിക്രൂട്ട്മെന്റ് നമുക്ക് എത്ര വേണേലും നടത്താം, പക്ഷെ സാലറി കൊടുക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് അല്ലെ, സാമ്പത്തികം ഒഴുകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എംപ്ലോയീസിനെ കുറച്ച് നിർത്തിക്കൊണ്ട് അവരുടെ ഫുൾ എഫിഷ്യന്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എംപ്ലോയീസിന്റെ എണ്ണം കുറച്ചുകൊണ്ട് ആ ഉള്ള എംപ്ലോയീസിന് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും സ്ഥാപനത്തിന് കോസ്റ്റ് കുറയ്ക്കാനും സാധിക്കും. ഓക്കെ, എൻകറേജിങ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ഒരു എംപ്ലോയിയോട് ഇടപെടുന്നതിന്റെ ഭാഗമായിട്ട് അയാളുടെ മെന്റാലിറ്റി, അയാളുടെ എഫിഷ്യൻസി, അയാളുടെ വില്ലിങ്നെസ്, ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസ്. എന്താണ്,
മൊത്തത്തിൽ ഒരു ഓണ്ടർപ്രണർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ടീം, ശരി, അവരെല്ലാവരും ഓരോ സെക്ഷനിലല്ല, എല്ലാ സെക്ഷനെയും എന്ത് ചെയ്യണം, മാനേജ് ചെയ്യേണ്ടവരാണ്. അപ്പം മൊത്തത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ല് ഒരു ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിൽ സോർട്ട് ചെയ്ത് സെൽഫ് അനലൈസ് ചെയ്തെടുക്കണം. കാരണം അതിനുള്ള കഴിവുണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വൺ, എംപ്ലോയീസ് പേഴ്സണൽ സ്കില്ല്. എന്താണ് എംപ്ലോയീസിന്റെ പേഴ്സണൽ സ്കിൽ എന്താണെന്ന് നോക്കാം. റിട്ടൺ ആൻഡ് ഓറൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അവർക്ക് ഉണ്ടായിരിക്കണം. തൊഴിലാളികൾക്ക് എഴുതാനും അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാനുമുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ നോളജ്, എന്താണ് സഫീഷ്യന്റ് കമ്പ്യൂട്ടർ നോളജ്. അപ്പൊ ഒരു മിനിമം കമ്പ്യൂട്ടർ നോളജ് എങ്കിലും അവർക്ക് ഉണ്ടായിരിക്കണം. ലാസ്റ്റ് വൺ, ഇൻടാഞ്ചിബിൾ. ഇൻടാഞ്ചിബിൾ മീൻസ് നമുക്ക് cannot touch but can see. എന്താണ് നമുക്ക് തൊട്ടറിയാൻ പറ്റത്തില്ല, പക്ഷെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ സാധിക്കും, cannot touch and see, കണ്ടും അറിയാൻ പറ്റത്തില്ല, പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കും, we can feel that, നമുക്കത് അനുഭവിച്ചറിയാൻ സാധിക്കും. അതാണ് ഇൻടാഞ്ചിബിൾസ് എന്ന് പറയുന്നത്. അതെന്താണ് ഒരു അനലൈസ് ചെയ്യുമ്പോൾ അതെന്താണ് ആ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച്. സ്കിൽസ് ടു വർക്ക് ഹാർഡ് ഫോർ ലോങ്ങർ ഡ്യൂറേഷൻ. എന്താണ് നമ്മളെ കൂടുതൽ സമയം കഠിനാധ്വാനം ചെയ്യാനുള്ള കഴിവ്, അത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. സ്കിൽ ടു മാനേജ് ഡേഞ്ചർ ആൻഡ് പ്രോബ്ലം സിറ്റുവേഷൻ. എന്താണ് ഒരു പ്രോബ്ലം വരുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അപകടം വരുന്ന സിറ്റുവേഷൻ, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നമുക്ക് വിനയായിട്ട് വരുമ്പോൾ, നമുക്ക് പ്രതിരൂപമായിട്ട് വരുമ്പോൾ, നമ്മുടെ ബിസിനസിനെ തകർക്കാൻ വേണ്ടി വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. സ്കിൽ ടു ഡീൽ വിത്ത് ഫെയിലിയർ, പരാജയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. സ്കിൽ ടു മാനേജ് ആൻഡ് അണ്ടർടേക്ക് എനി ജോബ് ആസ് എ ടീം. എന്താണ് ഒരു ടീം വർക്കായിട്ട് അതിനെ മാനേജ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീം വർക്ക് ഏറ്റെടുക്കപ്പെടുമ്പോഴോ നമുക്ക് ആ ഒരു സ്കില്ല് അല്ലെങ്കിൽ ആ ഒരു കഴിവ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് നമ്മുടെ സെൽഫ് അനലൈസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെൽഫ് അനലൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, സോട്ട് എന്ന് പറയും. സോട്ട് ഡിനോട്ട്സ് S for strength, W for weakness, O for opportunity, T for threats. Okay. ഇന്നിപ്പോ നമ്മള് ഈ ടോപ്പിക് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. അടുത്ത ടോപ്പിക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.